സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും രാവിലെ ഒരു വാർത്ത കണ്ടിട്ടുണ്ടാവും. ദുൽഖർ സൽമാൻ ഓണറായിട്ടുള്ള വേഫെറർ ഫിലിംസിന്റെ മറവിൽ കാസ്റ്റിംഗ് കൗച്ച് നടന്നു എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. അതായത് ദുൽഖർ സൽമാൻ ഒരു പെൺകുട്ടി, അതായത് ദുൽഖർ സൽമാന്റെ സ്ഥാപനമായിട്ടുള്ള ഈ പറയുന്ന ഫിലിംസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു സംവിധായകൻ ഒരു പെൺകുട്ടിക്ക് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് അവളെ ആ ഒരു പെൺകുട്ടിയെ ശാരീരികമായി ഉപയോഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാധ്യമങ്ങളിലെല്ലാം വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നം കാണുമ്പോൾ എല്ലാ മാധ്യമങ്ങളും രാവിലെ മുതൽ ഇപ്പോൾ വരെയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ സ്ഥാപനത്തിലെ തട്ടിപ്പ് അല്ലെങ്കിൽ ദുൽഖർ സൽമാന്റെ സ്ഥാപനത്തിൽ ഇങ്ങനെ നടക്കുന്നു. ഈ ഒരു കാര്യം ദുൽഖറിന്റെ കൃത്യമായുള്ള അറിവോട് കൂടിയാണ്, ഇതിൽ ദുൽഖറിനും പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങൾ പറഞ്ഞു വെക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ വേഫെറർ എന്ന് പറയുന്ന ഒരു ഫിലിംസ് അത് ദുൽഖർ സൽമാൻ 2019 ക്രിയേറ്റ് ചെയ്തതാണ്. അതായത് അതിന്റെ ഓണർഷിപ്പ് ദുൽഖർ സൽമാൻ എടുത്തിരിക്കുന്നത് 2019 അതിൽ ദുൽഖറിനെ കൂടാതെ വേറെ 2 സംവിധായകന്മാർ കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഈ സിനിമകളൊക്കെ ചെയ്ത് ഇങ്ങനെ ദുൽഖർ സൽമാൻ നല്ല രീതിയിൽ പോകുന്നു, ലോക പോലെയുള്ള സിനിമകൾ ചെയ്ത് വലിയ രീതിയിലുള്ള പ്രതിഫലം വാങ്ങി വലിയ രീതിയിൽ വൻ സക്സസിലേക്ക് സിനിമ കയറി പോകുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ ഈ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീട്ടിലേക്ക് കുറച്ച് ആളുകൾ അങ്ങോട്ടേക്ക് ചെന്നു. ആരാണ്? കസ്റ്റംസ് ഉദ്യോഗസ്ഥരാണ്. ചെന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് നൈസായിട്ട് അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് ദുൽഖർ കോടതിയെ സമീപിച്ചപ്പോൾ വേറൊരു ടീം അങ്ങോട്ടേക്ക് ചെന്നു. അതാരാണ്? ED ആണ്. ED ചെന്നിട്ട് ദുൽഖറിന്റെ മമ്മൂട്ടിയുടെയും വീട്ടിൽ ഹവാല ഇടപാടുകൾ നടന്നതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ചെന്നു. എന്നാൽ അവിടെ ചെന്നിട്ട് ഒന്നും കിട്ടിയില്ല. അതിനുശേഷം ഇനി പോകാൻ പോകുന്ന NIA ആണ്. അത് വെയിറ്റിംഗ് ആണ്. അതിങ്ങനെ പണിപ്പുരയിൽ ഇരിക്കുകയാണ്. NIA പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ കഥകൾ ഇറക്കണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കെ അതെങ്ങും എത്തുന്നില്ല. കോടതിയിലേക്ക് ദുൽഖർ സൽമാൻ ഹർജിയുമായിട്ട് പോയി, വീണ്ടും വാഹനം വിട്ടു നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് പോയി. എന്നാൽ അവിടെ ചെന്നതിന് ശേഷം ദുൽഖർ സൽമാൻ്റെ അടുത്ത് പറഞ്ഞത്, അല്ലെങ്കിൽ ദുൽഖർ സൽമാൻ്റെ അടുത്ത് കസ്റ്റംസിന്റെ ഒരു മറുപടി, ആ വാഹനം വിട്ടു തരാൻ പറ്റില്ല, കാരണം ആ വാഹനത്തിൽ എന്തൊക്കെയോ ക്രമക്കേടുകളുണ്ട്. ഹവാല ഇടപാട് വഴി കള്ളപ്പണം വെളുപ്പിച്ചെടുത്തിരിക്കുന്ന വാഹനമാണ്. ആ വാഹനങ്ങളുടെ രേഖകളൊന്നും കൃത്യമല്ല, അല്ലെ കറക്റ്റ് അല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരാമർശങ്ങളിൽ കോടതി ഇടപെട്ടിട്ട് ഇനി എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഈ വരും ദിവസങ്ങളിൽ അറിയാം. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഇരിക്കെ ഈ വിഷയം തണുത്തു പോകല്ലോ എന്നുള്ളൊരു പേടി കൊണ്ടും, പിന്നെ അത് മാത്രവുമല്ല, കോട്ടയത്തൊരു പയ്യനെ ഈ RSSലുള്ള ശാഖയിലുള്ള കുറച്ച് അവന്മാർ 3 വയസ്സ് മുതൽ ആ ചെറുക്കനെ പീഡിപ്പിക്കുകയായിരുന്നു. ലൈംഗികമായിട്ടും മാനസികമായിട്ടും എല്ലാം പീഡിപ്പിച്ച് അവസാനം അവനൊരു തെളിവായിട്ടൊരു വീഡിയോയും പങ്കുവെച്ചതിന് ശേഷം അവൻ ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യം നമ്മൾ കണ്ടു. ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിരിക്കുന്ന ഒരു വിഷയമാണ് ദുൽഖർ സൽമാന്റെ വേഫെറർ എന്ന് പറയുന്ന ഒരു ഫിലിംസിന്റെ അണ്ടറിൽ അല്ലെങ്കിൽ അതിന്റെ കീഴിൽ സ്ത്രീകളെ വിളിച്ചിട്ട് അഭിനയിക്കാൻ അവസരം തരാമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നു എന്ന്. ഇത് പീഡനം നടത്തിയിരിക്കുന്ന ദുൽഖർ സൽമാന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുവെന്ന് പറയുന്ന ഒരുത്തനാണ്. എന്നാൽ ഇവൻ ദുൽഖർ സൽമാന്റെ ആ ഒരു വേഫെറർ ഫിലിംസിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവനാണോ? അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവൻ അവിടെ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ അവിടെ ആ ഒരു സ്ഥലവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇതെന്തിൻ്റെ പേരിൽ വന്നിരിക്കുന്ന പരാതിയാണ്? ഇത് മനസ്സിലാക്കാനായിട്ട് വലിയ 6th സെൻസോ അല്ലെങ്കിൽ നമുക്ക് വലിയ റോക്കറ്റ് സയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലേ? ഇത് വെറും ത്രിസംഗികളുടെ സാറ്റിസ്ഫാക്ഷൻ തീർക്കാനുള്ള പരിപാടിയാണ്. വാഹനം ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു, അതായത് കള്ളക്കടത്തിന് കൂട്ടുനിന്നു. അതല്ലാതെ ഹവാല ഇടപാട്. ഇനി അതുമല്ലെങ്കിൽ പുതിയത് വരാൻ പോകുന്നത് ഈ പെണ്ണ് വിഷയം. കാസ്റ്റിംഗ് കൗച്ച് എന്ന പേരിൽ ദുൽഖർ സൽമാന്റെ അറിവോടുകൂടി സ്ത്രീകളെ വിളിച്ചു വരുത്തി ചെയ്യിപ്പിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു പരാതിയുമായിട്ട് പോകാനാണ് അണ്ണന്മാരുടെ പുതിയ നീക്കം. അത് തന്നെയാണെന്ന് നമുക്ക് കാണുമ്പോഴേ അറിയാമല്ലോ. ഇതിൽ വേറെ ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ, അല്ലേ? ഇതാരാണ് ഈ സംഭവം കൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുന്നതെന്ന്. പക്ഷെ അത് തേഞ്ഞുപോയി. ആ ഒരു പ്ലാനും കറക്റ്റായിട്ട് ഏറ്റില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നവന്, അതായത് ദുൽഖറിന്റെ സ്ഥാപനത്തിലെ സംവിധായകനാണ്, അല്ല അവിടെ വർക്ക് ചെയ്യുന്നവനാണെന്ന് പറയുന്നവന് അവിടവുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അപ്പോൾ ഈ ബന്ധം അല്ലെങ്കിൽ ഇങ്ങനെ ഇത് പറയാനായിട്ട് അവനെ പ്രേരിതമാക്കിയ കാര്യം എന്തായിരിക്കും? അവൻ ഏത് സംഖ്യകളുടെ മെഴുകിൽ ഇരയാക്കപ്പെട്ടവൻ, അല്ലെങ്കിൽ ഏത് സംഖ്യകൾക്ക് വേണ്ടിയിട്ട് PR വർക്ക് ചെയ്യുന്നവനായിരിക്കും ഈ പറയുന്ന പെൺകുട്ടിയെ പീഡിപ്പിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്? ഒരാണിനെ കിട്ടിയാൽ പോലും വെറുതെ വിടാത്ത ടീംസാണ്. അപ്പോൾ ഒരു പെണ്ണിനെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ ഉപയോഗിക്കും എന്നുള്ളത് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും, അല്ലേ? കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം അനന്തു എന്ന് പറയുന്ന പയ്യൻ്റെ മരണക്കുറിപ്പിൽ അവൻ പറയുന്നത് നമ്മൾ കണ്ടതാണ്. അമ്മാതിരി വൃത്തികെട്ട രീതിയിൽ അവൻ്റെ അച്ഛനെ പോലും, അതായത് RSSൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ആരെയും വിശ്വസിക്കരുതെന്നാണ് അവൻ പറയുന്നത്. അതിനി അച്ഛനാണെങ്കിലും സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും ആരാണെങ്കിലും വിശ്വസിക്കരുത്, വിഷജന്തുക്കളാണെന്നാണ് അവൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വാർത്ത, ഈ മാധ്യമങ്ങളെല്ലാം ഈ രീതിയിലേക്ക് രാവിലെ തന്നെ ന്യൂസ് ഹെഡ്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുൽഖറിന്റെ സ്ഥാപനത്തിൽ പെൺവാണിഭം അല്ലെങ്കിൽ കാസ്റ്റിംഗ് കൗച്ച്, സ്ത്രീകളെ സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഒന്നുപോലും ദുൽഖറിന്റെ പേര് പറയാതെ ഇട്ടിട്ടില്ല. ദുൽഖർ സൽമാൻ ഒരു ഫൗണ്ടറാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന്റെ ഓണറാണ്. അങ്ങനെയെങ്കിൽ ഈ ഒരു പീഡനത്തിൽ ദുൽഖർ സൽമാന്റെ പേര് വലിച്ചിഴക്കേണ്ട ആവശ്യം എന്താണ്?
ദുൽഖർ സൽമാന്റെ സ്ഥാപനമായ ഇന്ന സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോൾ അതിലേക്കൂടി പല ആളുകളും പറഞ്ഞു വരുന്നത് ദുൽഖർ സൽമാന്റെ അറിവോടുകൂടി അല്ല ദുൽഖർ സൽമാൻ ചെയ്തു എന്നുള്ള രീതിയിലാണ്. എല്ലാവരും ഇത് കയറി നോക്കുന്നത് ദുൽഖർ സൽമാൻ ഇങ്ങനെ ചെയ്യുമോ, കള്ളക്കടത്ത്, ഹവാല ഇടപാട്, ഇപ്പോൾ പെൺവാണിപ്പോ, ഇതെല്ലാം ഉണ്ട് ഇവന് എന്നുള്ള രീതിയിലാണ് എല്ലാവരും നോക്കുന്നത്. അതിനു വേണ്ടി തന്നെയും ഈ TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടും ആ വാല്യൂ കൂട്ടാൻ വേണ്ടിയിട്ടും മാധ്യമങ്ങൾ ചെയ്യുന്ന വെറും വൃത്തികെട്ട പരിപാടി. നമുക്കറിയാം മോഹൻലാലിന്റെ സിനിമയിൽ മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, അതായത് ഒരേ എല്ലിൻ കഷ്ണത്തിന്റെ രണ്ടറ്റവും ഉറിഞ്ചി ജീവിക്കുന്ന വൃത്തികെട്ട വർഗമാണ് രാഷ്ട്രീയവും മീഡിയയും എന്നാണ്. അത് തന്നെയല്ല സത്യം. മീഡിയയും രാഷ്ട്രീയവും രണ്ടും ഒരേ എല്ലിൻ കഷ്ണത്തിന് രണ്ടറ്റം ഉറിഞ്ചി ജീവിക്കുകയാണ്. ആ ഒരു എല്ലിൻ കഷ്ണം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇപ്പോൾ ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ആണെന്ന് മാത്രം. അവരെ വെച്ചുകൊണ്ട് പല രീതിയിലും, അതായത് മുസ്ലിം ആയതുകൊണ്ട് തന്നെയും അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഹിന്ദു രാഷ്ട്രീയയുടെ പടുത്തുയർത്തുമെന്നുള്ളൊരു ഉറച്ച രാഷ്ട്രീയത്തോടുകൂടി ഈ പറയുന്ന RSS അല്ലെങ്കിൽ BJP അല്ലെങ്കിൽ സംഘമിത്രങ്ങൾ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടിയാണ്. അപ്പോൾ ആ വാർത്ത നമുക്ക് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഇപ്പോൾ മന്ത്രിവാർത്തയിലേക്ക്. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസിന്റെ പേരിൽ കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് അസോസിയേറ്റ് ഡയറക്ടർ ദിനിൽ ബാബു പീഡിപ്പിച്ചു എന്നാണ് പരാതി. യുവതിയുടെ പരാതിയിൽ എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്തു. അതേസമയം ദിനിൽ ബാബുവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് വേഫറർ ഫിലിംസ് വ്യക്തമാക്കി. അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ. അലി, എന്താണ് യുവതിയുടെ പരാതി, എന്താണ് വ്യക്തമാകുന്നത്? ആര്യ, ദുൽഖർ സൽമാന്റെ പ്രൊഡക്ഷൻ ഹൗസ് ആയിട്ടുള്ള വേഫറർ ഫിലിംസിന്റെ പേരിൽ ഒരു കാസ്റ്റിംഗ് കൗച്ച് നടന്നതുമായി ബന്ധപ്പെട്ട വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. അസോസിയേറ്റ് ഡയറക്ടറായ ദിനിൽ ബാബുവിനെതിരെയായിരുന്നു ഈ പരാതി വന്നത്. ഒരു യുവതി ഈ ദിനിൽ ബാബു ഈ വേഫർ ഫിലിംസിന്റെ ഭാഗമാണെന്നും വേഫർ ഫിലിംസിന്റെ സിനിമയിൽ അവസരം നൽകാൻ എന്ന പേരിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതുമായിരുന്നു അവർ പരാതിയായി ഉയർത്തിയത്. ഇപ്പോൾ ഇതാ ഈ വേഫർ ഫിലിംസ് ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. തേവര പോലീസ് സ്റ്റേഷനിലും അതുപോലെ തന്നെ ഫെഫ്കിക്കും വേഫർ ഫിലിംസ് പരാതി നൽകി. ഈ ആരോപണ വിധേയനായ ദിനിൽ ബാബുമായി യാതൊരു ബന്ധവും ഈ കമ്പനിക്ക് ഇല്ല എന്ന് വേഫർ ഫിലിംസ് വ്യക്തമാക്കുന്നു. അതുപോലെ വേഫറിന്റെ ഒരു ചിത്രത്തിലും ദിനിൽ ഭാഗമായിട്ടില്ല എന്നും കമ്പനി വ്യക്തമാക്കുന്നുണ്ട്. സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞ് പനമ്പള്ളി നഗറിലുള്ള ഈ റൂമിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതായിരുന്നു ഈ പെൺകുട്ടിയുടെ പരാതി എന്ന് പറയുന്നത്. ആ സമയത്ത് അവിടെ വനിതാ സ്റ്റാഫ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ഈ യുവതി അവിടേക്ക് ദിനിൽ ബാബു എത്തിച്ചത്. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മുറിക്കകത്തേക്ക് പൂട്ടിയിട്ട് അതിക്രമത്തിനുള്ള ശ്രമം ദിനിൽ ബാബു നടത്തിയെന്നായിരുന്നു പരാതി. ഉടൻ തന്നെ ഭർത്താവ് എത്തിയതുകൊണ്ടാണ് രക്ഷപ്പെടാൻ സാധിച്ചതെന്നും യുവതി വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വേഫർ ഫിലിംസ് കൂടി ദിനിൽ ബാബുവിനെതിരെ നിയമ നടപടി ആരംഭിച്ചിരിക്കുകയാണ്. എപ്പോഴാണ് ഈ പീഡന ശ്രമം ഉണ്ടായത്? എന്ത് സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് പീഡിപ്പിക്കാനുള്ള ശ്രമം നടത്തിയതെന്ന് മനസ്സിലാകുന്നുണ്ട്. എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ആര്യ, കഴിഞ്ഞ ദിവസമാണ് ഈ പരാതിയുമായി യുവതി രംഗത്തെത്തിയത്. ഈ സമീപ ദിവസങ്ങളിൽ തന്നെ അത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നതാണ് ലഭിക്കുന്ന വിവരം. പനമ്പള്ളി നഗറിലുള്ള വേഫറിന്റെ ഓഫീസിന് സമീപമുള്ള റൂമിലേക്ക് എന്ന് പറഞ്ഞാണ് യുവതിയെ വിളിച്ചു വരുത്തിയത്. വേഫർ പുതിയ സിനിമ എടുക്കാൻ പോകുന്നു, അതിൽ അവസരമുണ്ട് എന്ന് വാഗ്ദാനം ചെയ്തായിരുന്നു ഇത്തരത്തിൽ ഒരു പീഡന ശ്രമം ദിനിൽ ബാബു നടത്തിയത്. വേഫർ ഫിലിംസ് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നത്, ഒന്നുകിൽ ദുൽഖർ സൽമാന്റെയോ അല്ലെങ്കിൽ വേഫർ ഫിലിംസിന്റെയോ ഔദ്യോഗിക പേജുകളിലൂടെ അല്ലാതെ ഒരു തരത്തിലുള്ള ഓഡീഷനോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാസ്റ്റിംഗ് അറിയിപ്പുകളോ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വഞ്ചിതരാകരുതെന്ന് കമ്പനി അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ യുവതി ആദ്യഘട്ടത്തിൽ മാധ്യമങ്ങളോട് തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു അതിക്രമ ശ്രമം ദിനിൽ ബാബുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിൽ വേഫർ ഫിലിംസിന്റെ കൂടി പേര് വലിച്ചെറിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ കമ്പനി കൂടി ഇയാൾക്കെതിരെ നിയമ നടപടിക്കായി പോലീസിനെ അതുപോലെ ഫെഫ്കയെയും സമീപിച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ശരിക്കും പറഞ്ഞാൽ ചോറ് തിന്ന് ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവും എന്തിന്റെ പേരിലാണെന്നുള്ളത്. ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ഒക്കെ വൻമരങ്ങളാണ്. ആ വൻമരങ്ങളുടെ ഒരു തണൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ വൻമരങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് തങ്ങൾ ചെയ്ത കൊള്ളരുതായ്മകൾ മറച്ചു കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന വെറും വൃത്തികെട്ട പരിപാടി. ഏത് കാര്യങ്ങൾ മറയ്ക്കാനാണ്? ആ കോട്ടയത്ത് അനന്ത് എന്ന് പറയുന്ന പയ്യന്റെ മരണം മറയ്ക്കാനായിട്ട്. അത് ചെയ്ത RSSലെ നരാധകന്മാരും തന്തയില്ലാത്തവന്മാരുമാണ്. അങ്ങനെ ചെയ്തൊരു കാര്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ദുൽഖർ സൽമാനെ ഇങ്ങോട്ടേക്ക് വലിച്ചഴിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ വേടന്റെ കാര്യത്തിൽ ചോദിച്ച പോലെ തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ആരോ ഒരാൾ വിളിച്ചിട്ട് പറയുകയാണ് സിനിമയിൽ അവസരം തരാം, ദുൽഖർ സൽമാന്റെ ഒരു വേഫറർ എന്ന് പറയുന്ന ഫിലിംസിന്റെ അണ്ടറിൽ വരുന്ന ഒരു സിനിമയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെയും അവിടേക്ക് അവസരം തരാം, പനമ്പള്ളിയിലുള്ള എൻ്റെ റൂമിലേക്ക് വരിക എന്ന് പറയുന്നു. ഇങ്ങനെ കേട്ട ഉടനെ അവസരം മോഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചാൻസ് കിട്ടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ചാടിക്കേറി അങ്ങോട്ടേക്ക് ചെന്നു. ഒരാളെപ്പോലും കൂട്ട് കൊണ്ടുപോയിട്ടില്ല. ആ സഹോദരനെയോ അച്ഛനെയോ ആരെയും കൂട്ടിന് കൊണ്ടുപോയിട്ടില്ല. ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്നുണ്ടെന്ന് അറിയാവുന്ന പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവർക്ക് നല്ല രീതിയിൽ അറിയും എന്തൊക്കെ നടക്കുന്നുണ്ട്, എന്തൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നതെന്നുള്ളത്. ഇതെല്ലാം അറിഞ്ഞിട്ട് തന്നെയും അങ്ങോട്ടേക്ക് പോയി കയറി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ഭാഗത്ത് തെറ്റാണ്? പിന്നെ എന്ത് ന്യായീകരണമാണ് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? എന്തിനാണ് ഇങ്ങനെ ന്യായീകരിക്കുന്നത്? സ്വന്തം ഭാഗത്ത് തെറ്റ് തന്നെയാണ്, അല്ലാതെ വേറൊരാളുടെയും ഭാഗത്ത് തെറ്റെന്ന് പറയാൻ പറ്റില്ല. അങ്ങോട്ടേക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹവുമായിട്ട് പോയി. ഇനി സിനിമയിൽ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമല്ല. സിനിമയിൽ അവസരം കിട്ടാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ടുള്ള ആ പെൺകുട്ടിയുടെ അവസ്ഥ നല്ലതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ആ പെൺകുട്ടി ഇരയെ ഞാൻ കളിയാക്കിയൊന്നുമല്ല. പക്ഷെ പറയുമ്പോൾ നമ്മൾ എല്ലാ കാര്യവും പറയണമല്ലോ. ഒരു കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിളിക്കുകയാണെന്ന് പറയുമ്പോൾ ഇതിൻ്റെ പേരിൽ എത്രയെത്ര വിഷയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യത്തെ വിഷയമൊന്നുമല്ല. എത്ര 10-15 അതിലധികം വിഷയങ്ങൾ ഈ ഒരു വർഷത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പലത് റിപ്പോർട്ട് ചെയ്തിട്ടില്ല, പലത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മനസ്സിലായിരിക്കെ വീണ്ടും അങ്ങോട്ടേക്ക് അറിഞ്ഞുകൊണ്ട് കയറി ചെല്ലുമ്പോൾ
വരുമ്പോൾ എന്ത് താല്പര്യത്തിന്റെ പേരിലാണ്? എന്നിട്ട് പിന്നീട് പരാതിയുമായിട്ട് പോവുകയാണ്, ദുൽഖർ സൽമാന്റെ സ്ഥാപനത്തിലേക്ക് എന്നെ വിളിച്ചുകൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന്. നിങ്ങളുടെയൊക്കെ ഈ മെഴുകൽ, ഈ മാധ്യമങ്ങളുടെയൊക്കെ ഈ വൃത്തികെട്ട മെഴുകൽ കണ്ടു കഴിഞ്ഞാൽ തോന്നും ഇതെല്ലാം ദുൽഖർ സൽമാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്, ദുൽഖർ സൽമാനാണ് ഇതിനകത്തിലെ കൈ എന്നുള്ളത്. അയാൾ ഒത്താശ ചെയ്തുകൊണ്ട് ചെയ്തതാണെന്നാണ് നിങ്ങളുടെയൊക്കെ വർത്തമാനം കേട്ടാൽ തോന്നുക, അല്ലെ നിങ്ങളുടെ ഈ ടാഗ് കാണുമ്പോൾ, ഈ ഹെഡ്ലൈൻ കാണുമ്പോൾ തോന്നുക. എന്തിനാണ് ഇങ്ങനത്തെ പ്രഹസനം? എന്തോ ഒന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് അവന്മാർ കാണിക്കുന്ന വൃത്തികെട്ട പരിപാടികൾക്കൊപ്പം അതിന്റെ ചുക്കാനും പിടിച്ചുകൊണ്ട് നിൽക്കുന്നതാണോ കേരളത്തിലെ മാധ്യമങ്ങൾ? ഇതാണോ മാധ്യമധർമ്മം? വൃത്തികെട്ട മാധ്യമധർമ്മമാണ്. ആ മമ്മൂട്ടിയെയും മകനെയും എല്ലാം അടിച്ചമർത്താൻ വേണ്ടിയിട്ട് സംഘിമിത്രങ്ങൾ കാണിക്കുന്ന വെറും വൃത്തികെട്ട നാടകത്തിനൊപ്പം, അല്ലെ വെറും വൃത്തികെട്ട ഒരു പ്രവൃത്തിക്കൊപ്പം കൂടെ പിടിച്ചുകൊണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങളും കൂടി നിൽക്കുമ്പോൾ അത് ഏത് രീതിയിലേക്ക് പോകുന്നുള്ളത് നല്ല രീതിയിൽ അറിയാവുന്നത് കൊണ്ട് തന്നെയും ഇവരുടെ വ്യൂസ് കൂട്ടാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾക്ക് ഒരു ആവശ്യമായതുകൊണ്ട് തന്നെയും ഈ സംഘിമിത്രങ്ങൾക്ക് ഈ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന സ്വീകാര്യത, അല്ലെ മമ്മൂട്ടിയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസൽമാൻ ആയതുകൊണ്ട് തന്നെയും തങ്ങൾക്ക് ഹിന്ദു രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് മുസൽമാനെ അടിച്ചമർത്തിയെന്ന് പറയാനായിട്ടും അയാളുടെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പരാതിയുമായിട്ട് പോകുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അതല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. കാരണം ഇത് തന്നെയാണ് സത്യം. അയാളുടെ വളർച്ച കാണുമ്പോൾ അയാളെ അടിച്ചമർത്തണം, അയാളുടെ ചിറക് വെട്ടിയറിയണം. ഇപ്പോൾ വേടൻ്റെ വലിയ രീതിയിൽ വേടൻ പരിപാടിയൊക്കെ ചെയ്തു പോയപ്പോഴാണ് വേടനെതിരെ പരാതിയുമായിട്ട് ഇവന്മാർ വന്നത്. എന്നാൽ വേടൻ്റെ പരിപാടികൾ ഇപ്പോൾ കുറഞ്ഞു വന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നമില്ല. വേടൻ ഇങ്ങനെ നൈസായിട്ട് എവിടെയൊക്കെ പോയി ചെറിയ പരിപാടികൾ ചെയ്യുമ്പോൾ ആർക്കും പ്രശ്നമില്ല. അതേസമയം വേടൻ തങ്ങളെക്കാൾ മുകളിലേക്ക് ഉയർന്നാലോ അത് വലിയ പ്രശ്നമാണ്. എന്ന് പറയുന്ന പോലെയാണ് ദുൽഖർ സൽമാനും മമ്മൂട്ടിയും ഒക്കെ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ഒരു സമയത്ത് അവരെ ചിറകഴിഞ്ഞ്, അല്ലെ അവരുടെ ചിറകരിഞ്ഞ് താഴെ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അതിൽ കൂടി മോഹൻലാലിനെ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു വേറൊരു പരിപാടിയും. അപ്പോൾ ഈ വൃത്തികെട്ട നയത്തിനെതിരെ തന്നെയാണ് ചോദ്യങ്ങൾ ഉയരേണ്ടത്. ഇപ്പോൾ ദുൽഖർ സൽമാന്റെ ഈ ഒരു ഹർജി കോടതിയിൽ ഇങ്ങനെ പരിഗണനയിലിരിക്കുകയാണ്, അതായത് വാഹനം വിട്ട് കിട്ടണമല്ലോ എന്നുള്ളൊരു ഹർജി. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെ ഈ ഒരു കളിയും കൂടി കൊണ്ടുവരുമ്പോൾ ഇത് ആരെ നശിപ്പിക്കാനാണ്, ആരെ രക്ഷിക്കാനാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഈ മഞ്ഞപ്പത്രം, അല്ലെ മാമ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അത് അടച്ചു പൂട്ടേണ്ട സമയം കഴിഞ്ഞു. ഈ വൃത്തികെട്ട വാർത്തകളൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിലയും വിലയൊക്കെ ഒന്ന് ആലോചിക്കുക. ഈ പരാതിയുമായിട്ട് വരുന്നവർക്ക് ഒരു കോപ്പുമില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കില്ല. നിങ്ങളുടെ നിലയും വിലയും ആലോചിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഓരോ പരാതിയുമായിട്ട്, അല്ലെങ്കിൽ ഓരോ വീഡിയോയുമായിട്ട് നിങ്ങൾ വരാനായിട്ട്. കഷ്ടമാണ് നിങ്ങളുടെ കാര്യം എന്ന് പറയുന്നത്.